പുതുവൈപ്പ് ബീച്ചിൽ സുഹൃത്തുക്കളുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട 2 പേർ കൂടി മരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് മരിച്ചത്. കലൂർ സ്വദേശി അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാൻ ലൈഫ് ഗാർഡ് വേണമെന്നും സർക്കാർ തക്കതായ ഇടപെടൽ നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പുതുവൈപ്പ് ബീച്ചിൽ 3 ചെറുപ്പക്കാരുടെ ജീവനെടുത്ത അപകടം നടന്ന സ്ഥലമാണിത്. IOC പ്ലാന്റിന്റെ തൊട്ട് മുമ്പിൽ, ആ മതിൽ കാണാം, ആ മതിലിന് തൊട്ട് മുമ്പിലാണ് അവർ കുളിക്കാനിറങ്ങിയത്. 7 അംഗ സംഘമായിരുന്നു വന്നിരുന്നത്. അതിൽ 6 പേർ കടലിലിറങ്ങി കുളിച്ചു. അതിൽ ആദ്യം അഭിഷേകാണ് തിരയിൽപ്പെട്ടത്. അതിനുശേഷം 4 പേരും കൂടി തിരയിൽപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന നീന്തൽ ക്ലബിലെ അംഗങ്ങളാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞു വരുന്നില്ല. ഒരു 7:10 ഇവിടെ എത്തിയത്. അപ്പം ഈ 3 പിള്ളേരെ, ഒരാൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ബാക്കി 2 പേര് ഇവിടെ 2 നീന്തൽ സംഘങ്ങളുണ്ട്, അവരാണ് പഠിപ്പിക്കണം. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇവർ കേൾക്കാണ്ട് 7 പേര് വന്നും ഒരാൾ കരക്കരിക്കുമ്പോൾ 6 പേര് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇവർ ചെന്ന് പറഞ്ഞു അവിടെ ഇറങ്ങല്, നിങ്ങൾ മാറി ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അത് അവർ അനുസരിച്ചില്ല. എന്നിട്ട് ഒച്ചപ്പാട് കേട്ടാണ് ഇവിടുത്തെ 2 നീന്തൽ സംഘങ്ങൾ ചെന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. തിരയാണ് അപകടത്തിന് കാരണം. അതെ, ഇന്നലെ അടിയൊഴുക്ക് ശക്തമായി ഉണ്ടായിരുന്നു. അതൊന്നും അറിയില്ലല്ലോ അല്ലേ? നമ്മളിവിടെ തമിഴ് ആൾക്കാർ വന്നാലും മലയാളി വന്നാലും വിദേശികളും സ്വദേശികളും വന്നാലും കടലിൽ ഇറങ്ങിയെന്ന് പറയുന്നത്. പക്ഷെ അവർ നമ്മൾ അനുസരിക്കുന്നില്ല. അപ്പം നമ്മളുടെ ഒരു ആവശ്യം ഇവിടെ ലൈഫ് ഗാർഡ് വേണം എന്നുള്ളതാണ്. മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ല. വെച്ചിരുന്നു നമ്മൾ ടൂറിസം മേളയുടെ പേരിൽ വെച്ചിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ ആരാണെന്ന് അറിയാൻ പറ്റില്ല. അത് ആരോ കീറി കളഞ്ഞു, ഫ്ലെക്സ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗേറ്റിനോട് വെച്ചിട്ടുണ്ട് കടലിൽ കുരുക്കരുത് നമ്മൾ. ആ മേഖല അപകടം തീർച്ചയായും താഴ്ന്ന പ്രദേശമാണ് അവിടെ. കാരണം IOC മലയുമായി ബന്ധപ്പെട്ട് അവിടെ താഴ്ച കൂടുതലാണ്. അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നില്ല. ഒരു 1.5 വർഷം മുമ്പ് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട് ഇവിടെ. അവധിക്കാലമാണ്, ചൂടുകാലമാണ്, കൂടുതൽ ആളുകൾ കടലിലേക്ക് ബീച്ചിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അതൊരു ഒരു ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനോജ് മാളശ്ശേരിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.